നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ തൽക്കാലം തുറന്നു പരിശോധിക്കുന്നില്ല. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമെടുത്തത്. കുടുംബത്തിന്റെ എതിർപ്പിനൊപ്പം വിഷയത്തിൽ മുതലെടുപ്പിനായി ഒരു വിഭാഗം ആളുകളും രംഗത്ത് വന്നതോടെയാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. വിവരം സബ് കളക്ടറാണ് അറിയിച്ചത്. ഗോപൻ സ്വാമികളുടെ കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ടെന്ന തീരുമാനത്തിലെത്തിയത്. കുടുംബത്തെ സ്ഥലത്ത് നിന്ന് നീക്കിയെങ്കിലും പിന്നീട് ചിലർ സമാധി തുറക്കുന്നതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരും തുറക്കരുതെന്ന് പറയുന്നവരും തമ്മിൽ തർക്കമുണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നതോടെയാണ് നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചത്. കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും കുറച്ച് സമയം കൂടി വേണ്ടിവരുമെന്നും സബ് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകൻ വർഗീയത പറയുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാരും ഇതിനിടെ രംഗത്തെത്തിയിരുന്നു. കല്ലറ പൊളിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങളുമായി സബ് കളക്ടർ ആൽഫ്രഡ് ചർച്ച നടത്തിയിരുന്നു. മകൻ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലെത്തി. വിഷ്ണുപുരം ചന്ദ്രശേഖരനും ഒപ്പമുണ്ട്. ഗോപൻ സ്വാമികളുടെ സമാധി സ്ഥലം എന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ തുറക്കാനും പരിശോധിക്കാനും കളക്ടർ അനുകുമാരി ഇന്ന് രാവിലെയാണ് ഉത്തരവിട്ടത്. അറ തുറക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ സ്വാമിയുടെ കുടുംബം ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. നാട്ടുകാരിൽ ചിലരും ഇവർക്കൊപ്പം കൂടിയത് വലിയ പ്രശ്നമായിട്ടുണ്ട്. ആത്മഹത്യ ഭീഷണി അടക്കം നടത്തിയ കുടുംബാംഗങ്ങളെ സ്ഥലത്തു നിന്നും നീക്കിയിരുന്നു. വലിയ പോലീസ് സന്നാഹത്തോടെയാണ് രാവിലെ കളക്ടറുടെ ഉത്തരവ് പ്രകാരം കല്ലറ പൊളിക്കാൻ തുടങ്ങിയത്. പോലീസിനെ കൂടാതെ ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തിയിരുന്നു. 11 മണിയോടെ RDOയും DYSPയും എത്തി. കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയതിനു പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ഉച്ചയോടെ അരങ്ങേറിയത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മകനും കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. പിന്നാലെ ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്തെത്തുകയായിരുന്നു. ഇവരുടെ പരിശോധന നടക്കുമ്പോൾ ഹിന്ദു ഐക്യവേദി, VHDP എന്നീ സംഘടനാ നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. സമാധി പൊളിക്കരുതെന്നും മതവികാരത്തെ അത് വ്രണപ്പെടുത്തുമെന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ നേതാക്കൾ പ്രദേശവാസികളല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായി. ഇതോടെയാണ് കുടുംബത്തിന്റെ ഭാഗം കൂടി കേൾക്കാൻ തീരുമാനമായത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് കുടുംബം അറിയിച്ചിരുന്നത്. ഭർത്താവ് സമാധിയിലാണെന്നും തുറക്കാൻ അനുവദിക്കില്ലെന്നും ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞിരുന്നു. ക്ഷേത്ര ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിൽ. ബന്ധുക്കൾ ആരും പരാതി നൽകിയിട്ടില്ല. ഭർത്താവ് കിടപ്പ് രോഗിയായിരുന്നില്ല, നടക്കുമായിരുന്നുവെന്നും സുലോചന പറഞ്ഞിരുന്നു. പിതാവിന്റെ സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് മകൻ രാജസേനനും ഭീഷണി മുഴക്കി. ഗോപൻ സ്വാമികളുടെ സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും മരണകാരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും നാട്ടുകാരാണ് ആവശ്യപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് പോലീസ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നടന്നു പോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. എന്നാൽ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്. ഗോപൻ സ്വാമിയെ ഭയപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുണ്ട്.